രശ്മി, കിഫ്ബി മസാല ബോർഡ് കേസിലെ ഇ ഡി സമൻസിനെതിരെ തോമസ് ഐസക്കും കിഫ്ബിയും നൽകിയ ഹർജികളും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണല്ലോ. ഇഡിക്ക് മുന്നിൽ തോമസ് ഐസക് ഇന്ന് ഹാജരാകാനും സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുരേഷ്, ഈ കിഫ്ബി മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നീളുകയാണ്. പക്ഷേ പലതവണ സമൻസ് നൽകിയിട്ടും തോമസ് ഐസക്കോ അല്ലെങ്കിൽ കിഫ്ബിയുടെ ഉദ്യോഗസ്ഥരോ ഹാജരായിരുന്നില്ല. ഇത് തന്നെയാണ് അന്വേഷണത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. പലതവണയാണ് തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ച സമയത്ത് ഹൈക്കോടതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇ ഡിയുടെ അന്വേഷണത്തെ യാതൊരു തരത്തിലും ഹൈക്കോടതി എതിർക്കില്ല, അത് തടയില്ല. പക്ഷേ നടപടിക്രമങ്ങൾ കൊണ്ടായിരിക്കണം സമൻസുകൾ അയക്കേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സിംഗിൾ ബെഞ്ച് നേരത്തെ തോമസ് ഐസക്കിന്റെ ഹർജി തീർപ്പാക്കിയത്. വീണ്ടും സമൻസ് അയച്ച്, അതായത് ഇന്ന് തോമസ് ഐസക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകണം എന്നുള്ളതായിരുന്നു ഇ ഡി നൽകിയിട്ടുള്ള സമൻസ്. അതിനിടയിൽ വീണ്ടും തോമസ് ഐസക് ഹൈക്കോടതിയിൽ ഹർജി നൽകി. നിയമവിരുദ്ധവും ഒപ്പം തന്നെ ഏകപക്ഷീയവുമാണ് ഇ ഡിയുടെ സമൻസ്. മാത്രമല്ല, നേരത്തെ ഇറക്കിയിട്ടുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് വിരുദ്ധമായിട്ടാണ് സമൻസ് അയച്ചിട്ടുള്ളത്. ആവശ്യപ്പെട്ട രേഖകളൊക്കെ തന്നെ താൻ നൽകിക്കഴിഞ്ഞു, അത് വീണ്ടും ആവശ്യപ്പെടുന്നത് ശരിയല്ല എന്നുള്ള ഒരു വാദം തന്നെയാണ് ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായിട്ടുള്ള വാദം എന്നുള്ള രീതിയിൽ തോമസ് ഐസക് ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ വളരെ വലിയ രീതിയിലുള്ള എതിർപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലത്തിലൂടെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇ ഡിയുടെ സത്യവാങ്മൂലത്തിൽ പറയുന്നത്, ഹർജിയുമായിട്ട് വന്ന തോമസ് ഐസക്കിന്റെ ഉദ്ദേശശുദ്ധി ശരിയല്ല, ശുദ്ധമായിട്ടുള്ള ഒരു രീതിയിലൂടെ അല്ല ഇത്തരത്തിലൊരു ഹർജി നൽകിയത്, നിയമവിരുദ്ധത കൂടുതലായിട്ടുണ്ട്. മാത്രവുമല്ല, ഈ പ്രാഥമികമായിട്ടുള്ള ഒരു വിവരശേഖരണമാണ് ഈ ഘട്ടത്തിൽ ഇ ഡി നടത്തുന്നത്. അതിനോട് യാതൊരു തരത്തിലും സഹകരിക്കാത്ത സമീപനം കിഫ്ബിയുടെ ഒപ്പം തന്നെ തോമസ് ഐസക്കിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹർജി അത് തള്ളണമെന്നുള്ളൊരു നിലപാടാണ് സത്യവാങ്മൂലത്തിലൂടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ തവണ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. കിഫ്ബി സിഇഒയും സമാനമായിട്ടുള്ള വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് സമൻസിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. അതിലടക്കം കിഫ്ബി പറയുന്നത്, നേരത്തെ ആവശ്യപ്പെട്ട രേഖകൾ താങ്കൾ നൽകിക്കഴിഞ്ഞു, വീണ്ടും അതേ രേഖകൾ ആവശ്യപ്പെടുന്നത് ശരിയല്ല എന്നുള്ളതാണ്. പക്ഷെ എന്തായാലും ഹൈക്കോടതി നേരത്തെ തന്നെ ആവർത്തിച്ചെടുത്തു പറഞ്ഞിട്ടുണ്ട്, ഈ അന്വേഷണത്തിൽ യാതൊരു തരത്തിലും ഇടപെടൽ നടത്താൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന്. എന്തായാലും ഇതിന്റെ നിയമ സാധുതകൾ അടക്കമായിരിക്കും ഇന്ന് ഹൈക്കോടതി പരിശോധിക്കുക. കഴിഞ്ഞ ദിവസം ഈ ഹർജി, തോമസ് ഐസക്കിന്റെ ഹർജി പരിഗണിച്ചുകൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത്, ഇന്ന് ഹാജരാകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തോമസ് ഐസക്കിന് തീരുമാനിക്കാം അത് ആ ഒരു തരത്തിലുള്ള ഒരു മറുപടിയായിരുന്നു കോടതി നൽകിയത്. എന്തായാലും ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വിശദമായിട്ട് തന്നെ ഇ ഡിയുടെ വാദഗതികൾ ഹൈക്കോടതി കേൾക്കും. മറുവാദം ഈ പറയുന്ന ഹർജിക്കാർക്കും ഉയർത്താനാകും. കിഫ്ബി വളരെ വലിയ രീതിയിൽ ഈ ഒരു അന്വേഷണത്തെ എതിർക്കുന്ന ഒരു സാഹചര്യമാണെന്നാണ് ഇ ഡി വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഏത് വിധേയനെയും ഈ അന്വേഷണം സ്തംഭനാവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ കിഫ്ബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെന്നും ഹൈക്കോടതി മുൻപാകെ ഇ ഡി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 2150 കോടി രൂപയുടെ മസാല ബോണ്ട് ഇടപാടുകൾ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന CAG-യുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അടക്കം അന്വേഷണം വരുന്നത്. പക്ഷെ ആ അന്വേഷണമായിട്ട് സഹകരിക്കാൻ തോമസ് ഐസക് ആദ്യഘട്ടം മുതലേ തയ്യാറായിരുന്നില്ല. ഒപ്പം തന്നെ കിഫ്ബിയും തയ്യാറായിരുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യത്തിന് ഹൈക്കോടതിയിൽ പോലും വ്യക്തമായിട്ടുള്ള മറുപടി നൽകാൻ ഇരു വിഭാഗത്തിനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. സുരേഷ്.